blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത അതിൻ്റെ പിന്നിലെ സാമ്പത്തിക സഹകാരികൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വലിയ തുറയിൽ നിന്നുള്ള സുനി കെന്നഡിക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ വരുമാന മാർഗം വർദ്ധിക്കുവാനായി അങ്ങ് സഹായിക്കണമേ. തൻ്റെ വള്ളവും വലയും അനുഗ്രഹിക്കപ്പെടുവാൻ അങ്ങയുടെ കരങ്ങൾ നീട്ടിയിരിക്കിയാൽ നന്ദി പറയുന്നു. ബാംഗ്ലൂരിൽ നിന്നുള്ള ശോശമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവ് ബേബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് മദ്യപാനം മുഴുവൻ മാറിപ്പോകാൻ, എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറാൻ അങ്ങ് സഹായിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി. Hebrews chapter 10 verse number 19 and 20. എബ്രായലേഖനം 10-ാം അധ്യായം 19-20 വചനങ്ങൾ. Therefore, brothers and sisters, since we have confidence to enter the most holy place by the blood of Jesus, by a new and living way, underline that, open for us through the curtain that is his body. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ ദേവാലയ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം. This verse is also speaking about a new and living way. ഈ വചനം ജീവനുള്ള പുതുവഴിയെക്കുറിച്ച് പറയുന്നു. The Bible says it was Jesus who cut this way. യേശുവാണ് ഈ വഴി തുറന്നു തന്നതെന്ന് വചനം പറയുന്നു. How did he cut his way? എങ്ങനെയാണ് ഈ വഴി കർത്താവ് തുറന്നു തന്നത്? This verse says he cut his body and cut this new way of life. തൻ്റെ ശരീരം നമുക്ക് വേണ്ടി നീക്കി തന്നു, തുറന്നു തന്നുകൊണ്ട് ഈ വഴി കർത്താവ് തുറന്നു തന്നിരിക്കുകയാണ്. Hallelujah. Hallelujah. When Jesus died on the cross, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ the Bible says the temple curtain was torn into two from top to bottom. ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ രണ്ടായി കീറിപ്പോയി. The common people had never seen the most holy place till that moment. ആ നിമിഷം വരെ സാധാരണക്കാരും അതിവിശുദ്ധ സ്ഥലത്തെ കണ്ടിട്ടില്ല. Hallelujah. Hallelujah. Only the high priest once a year. വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ മാത്രമാണ് അവിടേക്ക് പോകുന്നത്. But that day when Jesus gave up his spirit, the curtain was torn into two. എന്നാൽ ക്രൂശിൽ യേശു തന്റെ പ്രാണനെ വെടിഞ്ഞപ്പോൾ ആ തിരശ്ശീല രണ്ടായി കീറിപ്പോയി. And all people, common people, could see through the curtain the most holy place in the temple. ഇപ്പോൾ ഇതാ സാധാരണക്കാർക്ക് പോലും ആ ദൈവാലയത്തിലെ അതിപരിശുദ്ധമായ സ്ഥലത്തെ ആ കർട്ടൻ മാറിയതിലൂടെ കാണുവാൻ കഴിഞ്ഞു. And anyone, any common man could go through the curtain into the most holy place and see and experience the Shekinah glory of the Father. ഇപ്പോൾ ഏത് സാധാരണക്കാരനും ആ പിളർന്നു മാറി ആ കർട്ടനിലൂടെ അകത്തേക്ക് കടന്ന് കർത്താവിന്റെ ഷെഖേന മഹത്വം അവൻ അനുഭവിക്കാൻ കഴിയും. Anyone can touch the most holy God right now. ഇപ്പോൾ ആ വിശുദ്ധ ദൈവത്തെ തൊടുവാൻ എല്ലാവർക്കും കഴിയും. How was this accomplished? ഇതെങ്ങനെ സാധിച്ചു? When Jesus cut his body, gave up his life for us, it was torn for us and the way was opened for us. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ നൽകിയപ്പോൾ, തന്റെ ജീവനെ നൽകിയപ്പോൾ, തുറന്നു തന്നപ്പോൾ അവൻ നമ്മൾക്കുള്ള വഴിയും അതിലൂടെ തുറന്നു തന്നിരിക്കുകയാണ്. Hallelujah. Hallelujah. The highway of holiness is the highway of eternal life. വിശുദ്ധിയുടെ പെരുവഴി എന്നത് നിത്യജീവനിലേക്കുള്ള പെരുവഴിയുമാണ്. You can choose which way to walk in this world.
ഈ ലോകത്തിൽ അതിലേത് വഴിയിലൂടെ നടക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. You can choose the way of the sluggard. നിങ്ങൾക്ക് അലസതയുടെ വഴി തിരഞ്ഞെടുക്കാം. You can choose the way of the foolish. മൂഢന്മാരുടെ വഴി തിരഞ്ഞെടുക്കാം. You can choose the way of the death. മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കാം. But the Holy Spirit is commanding all of us to choose the high way of holiness today. എന്നാൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മ നമ്മളോട് കൽപ്പിക്കുകയാണ്, വിശുദ്ധിയുടെ പെരുവഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. Hallelujah. ഹല്ലേലൂയ. This is open for all of us by the Lord Jesus. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഏവർക്കുമായി തുറന്നു തന്ന ജീവന്റെ വഴിയാണ്. Hallelujah. ഹല്ലേലൂയ. Let me tell you something very important now. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ. We all are called to share God's holiness. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ വിശുദ്ധിയെ പങ്കുവയ്ക്കാനായി വിളിക്കപ്പെട്ടവരാണ്. God has two kinds of qualities. ദൈവത്തിന് രണ്ട് തരത്തിലുള്ള ഗുണവിശേഷങ്ങളുണ്ട്. First category of qualities are called unshared quality. ആദ്യത്തെ തരം എന്നുള്ളത് കർത്താവ് ഒരിക്കലും പങ്കുവയ്ക്കാത്ത ഗുണങ്ങൾ. For example, our God is omnipotent. ഒന്ന്, അതിൽ ഉദാഹരണമായിട്ട് നമ്മുടെ കർത്താവ് സർവശക്തനാണ്. He cannot share it with anyone. അത് മറ്റാരുമായിട്ട് താൻ പങ്കുവയ്ക്കില്ല. The devil is not omnipotent. സാത്താൻ സർവശക്തനല്ല. We are not omnipotent. നമ്മൾ സർവശക്തരല്ല. Angels are not omnipotent. ദൂതന്മാർ സർവശക്തരല്ല. He cannot share that attribute. തന്റെ ആ സ്വഭാവ സവിശേഷത ദൈവം ആരുമായി പങ്കുവയ്ക്കില്ല. God is omniscient. ദൈവം സർവജ്ഞാനിയാണ്. He cannot share that quality with anyone else. മറ്റാരുമായിട്ടും തനിക്കത് പങ്കുവയ്ക്കാൻ God സാധ്യമല്ല. is omnipresent. ദൈവം സർവവ്യാപിയാണ്. He cannot share it with anyone else. മറ്റാരുമായിട്ടും തനിക്ക് ആ ക്വാളിറ്റി പങ്കുവയ്ക്കാൻ കഴിയുകയില്ല. But പക്ഷേ there are some qualities which he will share with us. എന്നാൽ തന്റെ ചില സ്വഭാവ ഗുണങ്ങൾ താൻ തന്റെ മക്കളുമായി പങ്കുവയ്ക്കും. For example, God is love. ഉദാഹരണം, ദൈവം സ്നേഹമാണ്. We can share in his love. തന്റെ സ്നേഹത്തെ നമുക്ക് പങ്കുവയ്ക്കാം. Hallelujah. ഹല്ലേലൂയ. We can also become loving. നമുക്കും സ്നേഹമുള്ളവരായി മാറും. God is faithful. ദൈവം He വിശ്വസ്തനാണ്. shares that with us. അത് നമ്മുമായി We പങ്കുവയ്ക്കും. can also become faithful. നമുക്കും വിശ്വസ്തരായി മാറാൻ In കഴിയും. the same way, God is holy. He is sharing that quality with us. ദൈവം വിശുദ്ധനായതുകൊണ്ട് ദൈവം ആ വിശുദ്ധി എന്ന തന്റെ സ്വഭാവ ഗുണം നമ്മുമായി പങ്കുവയ്ക്കുകയാണ്. Quickly write down number 1. വേഗത്തിൽ എഴുതിയെടുക്കുക. ഒന്ന്, It is God's will for us. ഇത് നമ്മോടുള്ള ദൈവത്തിന്റെ ഹിതമാണ്. Holiness is God's will for us. വിശുദ്ധി എന്നത് നമുക്കുള്ള ദൈവത്തിന്റെ ഹിതമാണ്. Hallelujah. ഹല്ലേലൂയ. Write down this verse, 1 Thessalonians chapter 4 and verse number 3. ഈ വചനം നിങ്ങൾ എഴുതി വെക്കുക. 1 തെസ്സലോനിക്കർ 4:3 It is God's will that you should be sanctified. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. Hallelujah. ഹല്ലേലൂയ. It is God's will for us that we should get holy. നമ്മൾ വിശുദ്ധരാകണം എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. Hallelujah. ഹല്ലേലൂയ. So to know the will of God, you don't need to go to a prophet. നിങ്ങൾക്ക് ആ ദൈവത്തിന്റെ ഹിതം അറിയാനായി പ്രവാചകന്റെ അടുത്ത് പോകണമെന്നില്ല. The Bible says this is the will of God for you. ഇതാണ് നിനക്കുള്ള ദൈവത്തിന്റെ വഴി. You should become holy. നിങ്ങൾ വിശുദ്ധരായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. Then number 2, God is calling us for his holiness. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മെ തന്റെ വിശുദ്ധിക്കായി വിളിക്കുകയാണ്. Hallelujah. Praise God. Praise James chapter 4 and verse number 8. യാക്കോബിന്റെ ലേഖനം 4:8 Come near to God and he will come near to you. Wash your hands, you sinners, and purify your hearts, you double-minded. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. Hallelujah. ഹല്ലേലൂയ. Meaning, if you want to come near to God, if you want to go near to God, the first initiation should be from your side. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യത്തെ ചുവട് നിങ്ങളുടെ അടുക്കൽ നിന്നായിരിക്കണം. Hallelujah. ഹല്ലേലൂയ. Come near to God and he will come near to you. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. Meaning we should take the initiation. നമ്മളാണ് ആദ്യത്തെ ചുവടെടുക്കേണ്ടത്. When we decide to go near to God, he will come near to us. നാം ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ അവൻ നമ്മുടെ അടുക്കലേക്ക് വരും. When we take one step, he will take 1,000 steps. നമ്മൾ ഒരു ചുവട് വെക്കുമ്പോൾ ദൈവം 1000 ചുവടുകൾ എടുത്തു വെക്കും. I have a good news for you.
ഒരു സദ്വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. Today you decided to come to the Lord, നിങ്ങൾ കർത്താവിലേക്ക് ഇന്ന് വരുവാൻ നിങ്ങൾ തീരുമാനിച്ചു. and you are right now in this service. നിങ്ങൾ ഇപ്പോൾ ഈ ആരാധനയിൽ ഇരിക്കുന്നു. You have taken an initiation to come to the Lord, കർത്താവിലേക്ക് വരുവാൻ നിങ്ങളാണ് ആദ്യം തീരുമാനിച്ചത്. and God has already taken 1,000 steps to come near to you. എന്നാൽ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ 1000 ചുവടുകൾ കർത്താവ് എടുത്തു കഴിഞ്ഞു. Shout a hallelujah. ഒരു ഹല്ലേലൂയ. Shout thank you Jesus. നന്ദി യേശുവേ എന്ന് പറഞ്ഞാലോ. Hallelujah. ഹല്ലേലൂയ. So number 3, God chose us before time began to be holy. മൂന്നാമത്തെ കാര്യം ഇതാണ്, ദൈവം നമ്മെ സമയം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിശുദ്ധരായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Ephesians chapter 1 verse number 4. എഫേസ്യ ലേഖനം 1:4. For he chose us in him before the creation of the world to be holy and blameless in his sight. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. My question for you is this: when did God choose us? ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കർത്താവ് നമ്മെ എപ്പോഴാണ് തിരഞ്ഞെടുത്തത്? Some people say, when I was in my mother's womb God chose me. ചില ആൾക്കാർ പറയും, ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ കർത്താവിനെ തിരഞ്ഞെടുത്തു. There is a verse like that. മറ്റൊരു വചനമുണ്ട്. That is also true. അത് സത്യമാണ്. But the real choosing and the real election happened even before the first man was born into this world. എന്നാൽ യഥാർത്ഥമായ കർത്താവിന്റെ നമ്മോടുള്ള തിരഞ്ഞെടുപ്പ് ഈ ലോകത്തിലെ ആദ്യ വ്യക്തി ജനിക്കുന്നതിന് മുൻപേ നടന്നു കഴിഞ്ഞു. Even before God planted the garden of Eden, you were chosen. ഏദൻ തോട്ടം കർത്താവ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. Even before God laid the foundations of this universe, you were chosen. ഈ പ്രപഞ്ചത്തിന് കർത്താവ് അടിസ്ഥാനമിടുന്നതിന് മുൻപേ നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. How or why? എങ്ങനെയാണ്, എന്തുകൊണ്ട്? I will tell you why. ഞാൻ പറയാം I will എന്തുകൊണ്ട്. tell you how. എങ്ങനെയെന്നും പറയാം. First, God chose His Son Jesus Christ. ആദ്യം ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ തിരഞ്ഞെടുത്തു. And the Bible says, in Him we were also chosen. അവനിനകത്ത് അല്ലെങ്കിൽ അവനിലൂടെ നമ്മളെ എല്ലാവരെയും അവൻ തിരഞ്ഞെടുത്തു. Hallelujah. Hallelujah. So even before He established the whole world, we were chosen in Christ. ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപ് തന്നെ യേശുക്രിസ്തുവിലൂടെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. Hallelujah. Hallelujah. Why? എന്തുകൊണ്ട്? To be holy before Him. നാം അവന് മുൻപിൽ വിശുദ്ധരായിരിക്കേണ്ടതിന്. Hallelujah. Hallelujah. So the very purpose of choosing us by the Lord is to be holy. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതിന്റെ പരമോന്നതമായ ഉദ്ദേശം നമ്മൾ വിശുദ്ധരായിരിക്കുവാനാണ്. Hallelujah. Number 4, God commands us to be holy like Him. നാലാമത്തെ പോയിന്റ്, തന്നെ പോലെ വിശുദ്ധരായിരിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. നോടെ. തന്നെ പോലെ വിശുദ്ധരായിരിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിക്കുന്നു. Okay, let's read 1 Peter chapter 1 verse number 14 through 16. 1 പത്രോസ് 1-ാം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. As obedient children, do not conform to the evil desires you had when you lived in ignorance. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ, But just as He who called you is to be holy in all you do. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. For it is written, be holy because I am holy. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. Hallelujah. Hallelujah. So it is written in Leviticus chapter 11 and verse number 44 or 45, I think, be holy as I am holy. ലേവ്യ പുസ്തകം 11:44 ഞാൻ ചിന്തിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. Hallelujah. Hallelujah. Some people compare their holiness with other people's holiness. ചില ആളുകൾ അവരുടെ വിശുദ്ധിയുടെ നിലവാരത്തെ മറ്റൊരു വ്യക്തിയുടെ നിലവാരവുമായി തട്ടപ്പെടുത്തി നോക്കുന്നു. Oh, I am holier than this believer. ഈ വിശ്വാസിയെക്കാളും എന്റെ വിശുദ്ധി കൊള്ളാം. Because I fast every week. കാരണം ഞാൻ എല്ലാ ആഴ്ചയും ഉപവസിക്കാറുണ്ട്. Every day I pray. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. Every day I read the Bible. ഞാൻ വചനം എല്ലാ ദിവസവും വായിക്കും. Without failure I go to Blessing Center. ഞാൻ ഒരു മുടക്കവും കൂടാതെ ബ്ലെസ്സിംഗ് സെന്ററിൽ പോകുന്നു. So I am more holy than this man. ഈ അടുത്തിരിക്കുന്ന വിശ്വാസിയെക്കാളും ഞാൻ നല്ല വിശുദ്ധനാണ്. Never compare your holiness with other people's holiness. മറ്റുള്ളവരുടെ വിശുദ്ധിയുമായി നിങ്ങളുടെ വിശുദ്ധിയുടെ നിലവാരത്തെ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. God's holiness is the standard for all of us.
ദൈവത്തിന്റെ വിശുദ്ധിയാണ് നമുക്കെല്ലാവർക്കുമുള്ള ഒരു നിലവാരം. Hallelujah. ഹല്ലേലൂയ. So we have to measure our holiness according to His standard. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശുദ്ധിയുടെ നിലവാരം അളക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ നിലവാരത്തിൽ വേണം നമ്മൾ അളക്കുവാൻ. Hallelujah. ഹല്ലേലൂയ. So the commandment is this: be holy as He is holy. അങ്ങനെ കൽപ്പന ഇതാണ്, നമ്മൾ അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരായിരിക്കണം. How many of you are ready for that? നിങ്ങൾ എത്ര പേർ അതിന് തയ്യാറാണ്? We will grow in holiness day by day. നമ്മൾ ദിനം പ്രതി വിശുദ്ധിയിൽ വളരാൻ പോവുകയാണ്. Are you excited for that? നിങ്ങൾക്ക് അതിനെ ഓർത്ത് സന്തോഷമുണ്ടോ? Praise God. ഹല്ലേലൂയ. Now I'm going to give you a list of blessings when you become holy. നിങ്ങൾ അങ്ങനെ വിശുദ്ധി പ്രാപിക്കുമ്പോഴുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ God's blessings on holiness. വിശുദ്ധിയുടെ ദൈവിക അനുഗ്രഹങ്ങൾ. Number 1, ഒന്ന്, we will see God. നാം ദൈവത്തെ കാണും. Matthew chapter 5 verse number 8. മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വചനം. Blessed are the pure in heart, for they will see God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. Hallelujah. ഹല്ലേലൂയ. But the Bible is also saying that no one has ever seen God. അപ്പോൾ തന്നെ വചനം പറയുന്നുണ്ട്, ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല. Jesus is saying that. യേശു അത് പറയുന്നുണ്ട്. So is there a contradiction here? ഇവിടെ പരസ്പര വിരുദ്ധമായ ഒരു കാര്യമാണോ? No. ഒരിക്കലുമല്ല. Some people had some rare opportunity to see a glimpse of God's glory. ചില ആളുകൾക്ക് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു അല്പം ഒക്കെ കാണാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തു. No one has seen the full glory or the full form of God. ആരും ദൈവത്തിന്റെ യഥാർത്ഥമായ മഹത്വം ദർശിച്ചിട്ടില്ല. When we are living in this world, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ the most relevant meaning of this verse is this: ഈ വാക്യത്തിന്റെ ഏറ്റവും പ്രസക്തമായ അർത്ഥം ഇതാണ്, blessed are the pure in heart, for they will see God. Means when you are pure in your heart, you will have the right revelation about God. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന വാക്യത്തിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ വെളിപ്പാടുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും. Only through revelation we can know God. വെളിപ്പാടിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. Only through revelation we can understand God. വെളിപ്പാടുകളിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ So കഴിയുകയുള്ളൂ. many people read the Bible every day, പല ആളുകളും എല്ലാ ദിവസവും വചനം but വായിക്കുന്നു, they don't understand God. ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Why? Because the information is not becoming revelation inside of them. കാരണം ഇതിൽ എഴുതിയിരിക്കുന്ന വിവരങ്ങൾ അതൊരു വെളിപ്പാടായി മാറുന്നില്ല. Hallelujah. ഹല്ലേലൂയ. So when you have pure heart inside of you, God will give you fresh, right, clear, crystal clear revelation in your heart, so that you will know your God. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരിക്കുന്നുവെങ്കിൽ വളരെ ശുദ്ധമായ ഏറ്റവും വ്യക്തമായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നൽകി തരും. Hebrews chapter 12 verse number 14. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വചനം. Make every effort to live in peace with everyone and to be holy. Without holiness no one will see the Lord. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. No one can see the Lord without holiness. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയുകയില്ല. So what are the blessings on holiness? എന്താണ് വിശുദ്ധിയുടെ അനുഗ്രഹങ്ങൾ? Number 1, we will be able to see God. ദൈവത്തെ കാണുവാനായി നമുക്ക് കഴിയും. Today it may be through revelations, ഇന്ന് നമുക്ക് വെളിപ്പാടുകളിലൂടെ ആയിരിക്കാം. but the Bible says in 1 John chapter 3, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നു, one day when he appears we will see him as he is. ഒരു നാൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അവനെ കാണാൻ That പോവുകയാണ്. means we will see him face to face. അതിന്റെ അർത്ഥം മുഖാമുഖമായി നാം അവനെ കാണാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയ്പൂർ ഏപ്രിൽ 28 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. സഹോദരിയുടെ പേര് ഷീബ, മുണ്ടക്കയം സ്വദേശിയാണ്. സഹോദരി പറഞ്ഞത്, സഹോദരിക്ക് ജനിച്ച നാൾ മുതൽ തൻ്റെ ഒരു ചെവി പൊട്ടി പഴുപ്പും അതുപോലെ ചോരയും വരുമായിരുന്നു.
അത് ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ മൂർച്ഛിച്ച് സഹോദരി പറയുന്ന ഈ 1998 മകൻ്റെ ഡെലിവറി നടക്കുന്നതിനോടുള്ള ബന്ധത്തിൽ തൻ്റെ 2 ചെവിട്ടിൽ നിന്നും ഈ ചോരയും പഴുപ്പും അത് മാറിയിട്ട് പകരം വെള്ളം ഒഴുകാൻ തുടങ്ങി. ഈ സഹോദരി പറയുന്നത് അത് ആ ഒരു 98 മകൻ്റെ ഡെലിവറിക്ക് ശേഷം അത് വളരെയധികം കഠിനമായി. ഈ സഹോദരി പറയുന്ന ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും കിടക്കുന്ന ആ തലയിണ മുഴുവൻ നനഞ്ഞ് കുതിർന്നിരിക്കും. അത് മാത്രമല്ല ചെവിട്ടിലിങ്ങനെ ഈ അരി ഇടിക്കുന്നത് പോലെ ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെയുള്ള സൗണ്ട് ഇങ്ങനെ എപ്പോഴും ചെവിട്ടിൽ കേട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല ഈ സഹോദരിക്ക് ചെവി വളരെ കുറച്ച് തനിക്ക് കേൾക്കുകയുള്ളായിരുന്നു. വീട്ടിലാണെങ്കിലും താൻ ഒത്തിരി പുറത്ത് പോകാറില്ല. പുറത്ത് പോയാൽ തന്നെ ആളുകളെല്ലാം എന്താ ചെവി കേൾക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴൊക്കെ ചോദിച്ച് ഈ സഹോദരിക്ക് ആ ഒരു ഡെലിവറി കഴിഞ്ഞതോടുകൂടി വളരെയധികം വിഷമമാകുകയും ഈ സഹോദരി പറയുന്നത് ആ ഒരു പ്രശ്നം നിമിത്തം മരിക്കാൻ പോലും താൻ തീരുമാനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. താൻ ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പഴുപ്പായിരുന്നെങ്കിൽ അതിന് എന്തോ ഒരു പ്രത്യേകതരം ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഇത് വെള്ളം വരുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം ഡോക്ടർ കുറേ മരുന്നുകൾ കൊടുത്തു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ജീവിതകാലം മുഴുവൻ മുങ്ങിക്കുളിക്കരുത്, ചെവിയിൽ വെള്ളം പോകരുത്, തണുത്തതൊന്നും കഴിക്കരുത് എന്ന് താൻ പറഞ്ഞിരുന്നു. ജലദോഷം വരരുത്, ജലദോഷം വന്നാൽ അതിൻ്റെ കൂടെയും ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ദിവസങ്ങളിലേക്ക് ഇത് മാറാതെ തനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, വളരെ കടുത്ത രീതിയിലുള്ള വേദനയും തന്നെ അനുഭവിക്കുമായിരുന്നു. സഹോദരി പറയുന്നത് 2015 പൊൻകുന്നത്ത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ അതിന് ഏകദേശം 1 മാസം മുമ്പ് തിരുവല്ലയിലുള്ള തൻ്റെ ഒരു ബന്ധുവാണ് തന്നോട് ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞത്. താൻ അവിടെ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. പൊൻകുന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സഹോദരി പറയുന്നത് 2015 ജൂലൈ മാസത്തിൽ ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ആമീൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രദർ അത് പറഞ്ഞ സമയത്ത് തൻ്റെ ശരീരത്തിൽ ഒരു ഷോക്ക് അടിക്കുന്ന ഒരു അനുഭവം തനിക്കുണ്ടായി. സഹോദരി പറയുന്നത് അന്ന് ആ നിമിഷം മുതൽ തൻ്റെ ചെവിട്ടിൽ നിന്ന് ആ വെള്ളം വരുന്നത് നിന്നു. കാതിൽ നിന്നും പഴുപ്പും ചോരയും വെള്ളമൊക്കെ ഒഴുകുന്ന രോഗമുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ചെവി കേൾക്കുകയുള്ളായിരുന്നു. തനിക്ക് അന്ന് മുതൽ ചെവി നല്ല രീതിയിൽ കേൾക്കുവാൻ തുടങ്ങി. അത് മാത്രമല്ല താൻ പറയുന്നത് ആ അരി ഇടിക്കുന്ന പോലെയുള്ള ശബ്ദം, അങ്ങനെയുള്ള ശബ്ദങ്ങളെല്ലാം മാറിപ്പോയി. സഹോദരി പറയുന്ന കഴിഞ്ഞ 2015 ജൂലൈയിലാണ് ഇത് സംഭവിച്ചത്. അതിനുശേഷം ഏകദേശം 6 മാസമായി. ഇതിനിടയിൽ തൻ്റെ ജീവിതത്തിൽ ഇത്രയും 40 വയസ്സായി തനിക്ക് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇതുപോലെ ഒരു അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല താൻ പറയുന്നത് അതിനുശേഷം താൻ മുങ്ങിക്കുളിച്ചു, തണുത്തത് കഴിച്ചു, തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പരിപൂർണമായും കർത്താവ് തന്നെ സൗഖ്യമാക്കി എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ സിസ്റ്ററെ? സത്യമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല. എത്ര നാളായി ഇത് ശരിക്കും മാറിയിട്ട്? 6 മാസമായി കാണും. 6 മാസമായി. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? അതുപോലെ പൊൻകുന്നത്ത് സഹോദരിയുടെ ഒരു ബന്ധുവും കൂടെ അവിടെ വന്നിരുന്നു. അവരുടെ ജീവിതത്തിലും വലിയൊരു സൗഖ്യം നടന്നു എന്നാണ് സഹോദരി പറയുന്നത്. അതെന്ത് സൗഖ്യമായിരുന്നു? അത് അനിയത്തിയായിരുന്നു. അന്ന് അവിടെ മീറ്റിങ്ങിന് പങ്കെടുക്കുമ്പോഴൊക്കെ കഠിനമായ ചുമയുണ്ടായിരുന്നു. ആർക്കും അറിയത്തില്ലായിരുന്നു എന്താണെന്നൊന്നും. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞ് ആശുപത്രി പോയി നമുക്ക് ചെക്കപ്പ് നടത്തുന്നത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തു നിന്ന് അങ്ങ് പോയി മോളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് TB ആണെന്ന് അറിയുന്നത്. അത് കൂടിപ്പോയായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് 4 ദിവസമാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് സ്വന്തം മകൾ പോലും ആ നിമിഷത്ത് കൈ ഒഴിഞ്ഞ് സ്വന്തം അമ്മേനെ നോക്കത്തില്ലായിരുന്നു. ഒരു മുറിയിൽ, ഒരു അടച്ചിട്ട മുറിയിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എൻ്റെ അമ്മയുടെ ചേട്ടത്തി മക്കളും ഈ കൂട്ടിക്കലുണ്ട്. അവർ പോയാണ് കൂട്ടിക്കൊണ്ട് വന്ന് ചികിത്സിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 80,000 രൂപയുടെ മരുന്ന് കഴിച്ച്. ഞാൻ അന്നേ മനസ്സിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു അനുഭവം കർത്താവ് തരുവാണെങ്കിൽ ഞാൻ 1000ങ്ങളുടെ മുമ്പിൽ സാക്ഷി പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അസുഖമെല്ലാം പൂർണ്ണമായി മാറി. ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്. പ്രൈസ് ഗോഡ്. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാലും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാവേലിക്കര ഏപ്രിൽ 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. താലൂക്ക് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയം, പൂക്കട ജംഗ്ഷൻ, മാവേലിക്കര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോലഞ്ചേരി ഏപ്രിൽ 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പീറ്റേഴ്സ് കോളേജ് ഓഡിറ്റോറിയം, കോലഞ്ചേരി.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈനീട്ടി ഈ സമയത്ത് രോഗികളെ സ്പർശിക്കണമേ. അതിശക്തമായി മോണകൾക്ക് പല്ലുകൾക്കും പ്രയാസമുള്ള ചില വ്യക്തികൾ യേശു ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. തൈറോയിഡിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ നെക്കിനുള്ള പ്രോബ്ലം, കഴുത്തിൻ്റെ അസ്ഥികളിൽ ഉള്ള തേയ്മാനമോ പ്രയാസങ്ങളോ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾ സൗഖ്യമാകട്ടെ, ഹാർട്ട് സൗഖ്യമാകട്ടെ. കുടലിലുള്ള പ്രയാസങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഹെർണിയ എന്നുള്ള രോഗം, പൈൽസ് രോഗം, ഇതെല്ലാം ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങയുടെ സൗഖ്യങ്ങളിപ്പോൾ എല്ലായിടങ്ങളിലും നടക്കട്ടെ. നിങ്ങളുടെ രോഗമോ പ്രയാസങ്ങളോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അതുപോലെ വായിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ കർത്താവ് സ്വതന്ത്രമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ആ കാൽവെള്ളയുടെ അടിഭാഗത്ത് സ്കിന്നിലുള്ള ചില പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം പൂർണ്ണമായി സൗഖ്യമാകട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്ന ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ പോലും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. പ്രത്യേകിച്ച് പുകവലി, മദ്യപാനം, ലഹരി മരുന്നുകളുടെ ഉപയോഗം, ഇതിനെല്ലാം കർത്താവ് ശമനം നൽകുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവ്, ഇന്ന് ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. എല്ലാ പ്രയാസങ്ങൾക്കും വിടുതൽ കൊടുത്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിനായി പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിലുള്ള പുസ്തകങ്ങൾ, CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അത് കരസ്ഥമാക്കാൻ കഴിയും. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.